എല്ലാവർക്കും നമസ്കാരം. ലിംഗം ചുരുങ്ങുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പെനിസ് ഷ്രിങ്ക് ആയിട്ട് പോലെ ഫീൽ ചെയ്യുന്നോ? അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാമോ? പുരുഷന്മാർ എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. സെക്ഷൽ മെഡിസിനുമായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യാറുള്ളത് എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ പോലെ തന്നെയുള്ള ഒരു അവയവമാണ് സെക്ഷൽ ഓർഗൻസ്. ഇതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വ്യക്തതയോടുകൂടി നമ്മൾ അതിനെ പറ്റി അറിഞ്ഞ് ട്രീറ്റ് ചെയ്താൽ തന്നെ നമുക്കത് വളരെ വേഗം ക്ലിയർ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഇതുമൂലമുള്ള അജ്ഞത അല്ലെങ്കിൽ ഈ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് പുറത്ത് പറയാനുള്ളൊരു മടി, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ തിരിച്ച് പങ്കാളിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും വ്യക്തമായി മനസ്സിലാകാതിരിക്കുകയും അതുമൂലം തന്നെ അവരിൽ ഉണ്ടാകുന്ന ഒരു ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകളൊക്കെ സാധാരണയായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, സെക്ഷലി ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇതിനകത്തുള്ള അസുഖങ്ങളെ പറ്റി വ്യക്തമായി മനസ്സിലാക്കുകയും അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യാറുള്ളത്. അതിൽ തന്നെ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും അജ്ഞത മൂലം അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ടൊക്കെ പലപ്പോഴും ഒരു റോങ് ട്രീറ്റ്മെൻറ്റിലൊക്കെ എത്തുകയും അത് വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ എത്താറുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാറുള്ളത്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാവുന്നതാണ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു സെക്ഷൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. പലപ്പോഴും പുരുഷന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ലിംഗം ചുരുങ്ങി പോകുന്നതായിട്ടൊരു അവസ്ഥ, പെനിസിൻ്റെ സൈസ് ഷ്രിങ്ക് ആവുക എന്നുള്ളൊരു അവസ്ഥ. നമ്മളുടെ അടുത്ത് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ എനിക്ക് നേരത്തെ ഉണ്ടായതിനേക്കാളും സൈസ് ചെറുതായിട്ട് വരുന്നുണ്ട്, അതിന് എന്തെങ്കിലും മെഡിക്കേഷൻസ് ഉണ്ടോ എന്നത്. അപ്പോൾ എന്തൊക്കെ കാരണത്താലാണ് ഇത്തരത്തിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് അഡൽട്ട് ആയിട്ടുള്ള ഒരു സൈസിലുള്ള പെനിസിൻ്റെ സൈസ് പിന്നീട് നമ്മുടെ ഒരു വളർച്ചയുടെ കാലഘട്ടം കഴിഞ്ഞാൽ വലിയ സൈസിൽ മാറ്റമൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ചില ആളുകളിൽ നോർമലി ഉണ്ടായിരുന്നതിനേക്കാളും ചിലപ്പോൾ ചില കണ്ടീഷൻസിലേക്ക് അത് ഷ്രിങ്ക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ലിംഗം ചുരുങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയാറുള്ള ഒന്നാണ് ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാവുക, നന്നായിട്ട് വണ്ണം വെക്കുക. അതുപോലെ തന്നെ കൊടവയർ ഉണ്ടാവുക. നമ്മുടെ പെനിസിൻ്റെയൊക്കെ ആ ഏരിയയിനകത്ത് നമ്മുടെ ആ ഏരിയയിൽ പ്യൂബിക് ഏരിയയ്ക്കകത്ത് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പെനിസിന് സ്വാഭാവികമായിട്ടും സൈസ് റെഡ്യൂസ് ചെയ്തതായിട്ട്, ലിംഗത്തിൻ്റെ വലിപ്പം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ഭാരം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൊടവയറുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ വയർ കുറയ്ക്കാനുള്ള എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് വെയിറ്റ് റിഡക്ഷൻ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. മറ്റൊന്ന്, ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ നമ്മുടെ പെനിസിന് ഷ്രിങ്കിങ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിട്ടാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത്. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് പ്രായം കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസിൻ്റെ ഫ്ലോസ് ഒക്കെ കുറയുന്നത് മൂലം ഇത്തരത്തിൽ പെനിസിലേക്കുള്ള സർക്കുലേഷൻസ് ഒക്കെ കുറഞ്ഞത് മൂലവും അതേപോലെ തന്നെ ലിംഗം ഷ്രിങ്ക് ചെയ്തിട്ട് ചുരുങ്ങുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് ഉദാഹരണക്കുറവ് അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഉദാഹരണം കിട്ടാത്തൊരവസ്ഥ ദീർഘകാലമൊക്കെ വരുന്ന ആളുകളിലാണെങ്കിൽ ഇത്തരത്തിൽ പെനിസിൽ ഷ്രിങ്കിങ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഉദാഹരണക്കുറവിന് പ്രധാന റീസൺസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് ഹോർമോണൽ ഇഷ്യൂസ്. നമുക്കറിയാം, ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള ഹോർമോണൽ ഇഷ്യൂസ്, തൈറോയിഡ് പോലെയുള്ള ഇഷ്യൂസുകൾ, അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ നാഡീ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളിൽ നമ്മുടെ പ്രമേഹം അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ കാർഡിയാക് കംപ്ലയിൻസുകൾ, BP റിലേറ്റഡ് ആയിട്ടുള്ള, പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസുകളിലൊക്കെ മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട്. ചില മെഡിസിനുകളുടെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ഉദാഹരണക്കുറവ് ഫീൽ ചെയ്യാറുണ്ട്. സൈക്കാട്രിക് ഡ്രഗ്സുകളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ, ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്സുകളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരിലും ഇത്തരത്തിൽ ഉദാഹരണക്കുറവ് ഫീൽ ചെയ്യാറുണ്ട്. ഹോർമോണൽ ഇഷ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറയുന്നത് മൂലം തന്നെ സെക്സിനോട് ഇൻട്രസ്റ്റ് ഇല്ലായ്മ, അതുപോലെ തന്നെ മോർണിംഗ് ഇറക്ഷൻസ് ഒക്കെ ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു ഉദാഹരണക്കുറവിന് കാരണമാവാറുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് ചില ആളുകളിൽ സ്മോക്കിങ്ങും അതുപോലെ തന്നെ മദ്യപാനമൊക്കെ ഉണ്ടാവും. ആദ്യഘട്ടങ്ങളിൽ ആൽക്കഹോളൊക്കെ കഴിക്കുന്ന ആളുകളിലാണെങ്കിൽ ഉദാഹരണം നല്ല രീതിയിലുണ്ട് എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സ്ഥിരമായിട്ട് ആൽക്കഹോളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരിൽ ക്രമേണ ഉദാഹരണം കുറഞ്ഞു വരാനുള്ള പോസിബിലിറ്റി എന്നാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെയാണ് സ്മോക്കിംഗ്. ഇവയൊക്കെ നമ്മുടെ ആ ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. മറ്റൊരു റീസൺ ആണ് നമ്മുടെ ഈ പെനിസ് ഷ്രിങ്ക് ആവുക അല്ലെങ്കിൽ ചുരുങ്ങി പോകുന്നതിനുള്ള മറ്റൊരു റീസൺ ആണ് പൈറനോസിസ് ഡിസീസ് എന്ന് പറയും. നമ്മുടെ ലിംഗം പൊതുവേ ഒരു ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ
ചെറുതായിട്ട് ബെൻഡായിട്ടായിരിക്കുക. ഇതൊരു 30 ഡിഗ്രി എബോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു ബെൻഡൊക്കെ വരുന്ന സമയങ്ങളിൽ ലിംഗത്തിൻ്റെ സൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവുകയും ആ ഒരു കർവേച്ചർ, ലിംഗത്തിൻ്റെ കർവേച്ചറിൽ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് മൂലം പൈറനോസിസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ്, ഈ ഒരു കണ്ടീഷൻ മൂലവും ഇത്തരത്തിൽ ലിംഗം ഷ്രിങ്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഫിസിയോളജിക്കലി നമ്മൾ കാണുന്ന മറ്റൊരു ഷ്രിങ്കായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് നമ്മളൊരു കോൾഡ് ക്ലൈമറ്റ് ഒക്കെ ഉള്ളപ്പോൾ, അതായത് തണുത്ത കാലാവസ്ഥകളിലൊക്കെ പൊതുവേ ലിംഗത്തിൻ്റെ സൈസ് ഷ്രിങ്കായിട്ട് കാണാറുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഉദാഹരണ പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം കുറയുന്നതിന് തന്നെ നമുക്കറിയാം ഇന്നും വിപണിയിൽ ഒരുപാട് മെഡിസിൻസും അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റുകളും ഉണ്ട്. ആൾക്കാർ വിത്തൗട്ട് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള മെഡിസിൻസും വാങ്ങിക്കഴിക്കുകയും അതുമൂലം തന്നെ ഒരുപാട് സൈഡ് എഫക്ട്സുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഈ ഉദാഹരണം കിട്ടുന്ന മെഡിസിൻസ് എങ്ങനെയാണ് അവർ ആക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നത് മൂലം പെനിസിലേക്കുള്ള ഉദാഹരണം കുറച്ച് ദീർഘനേരം നിൽക്കുകയും നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുകയും, ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ആർജിനിൻ്റെ ഒരു എഫക്റ്റ് മൂലം തന്നെ ഒരുപാട് നേരം അതിനകത്ത് സർക്കുലേഷൻസ് നിലനിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ നാച്ചുറലി ആയിട്ട് തന്നെ ആർജിനിൻസ് നമുക്ക് എങ്ങനെയൊക്കെ ലഭിക്കാമെന്നും അതുപോലെ തന്നെ ഈ സർക്കുലേഷൻസ് ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മിനറലാണ് നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത്. ഈ സിങ്കും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ കൂടിയൊക്കെ അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും, ഈ സിങ്ക് നമുക്കറിയാം നമ്മുടെ സ്പേംസിൻ്റെ ഒക്കെ ബീജത്തിൻ്റെ ഒക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും മോട്ടിലിറ്റി ഒക്കെ കൂട്ടാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആർജിനും നൈട്രിക് ഓക്സൈഡ് ഒക്കെ നമുക്ക് നാച്ചുറലി എങ്ങനെ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എന്നിട്ട് വിത്തൗട്ട് മെഡിസിൻ തന്നെ നമുക്ക് ഈ ലിംഗത്തിൻ്റെ ഷ്രിങ്കേജ് എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം. അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ് ഫാസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ്. നമുക്കത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിങ്ങോ ഒക്കെ ചെയ്യുമ്പം നമ്മുടെ ഈ നൈട്രിക് ഓക്സൈഡ് ലെവൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുകയും നമ്മുടെ രക്ത ഓട്ടം വളരെ കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. രക്തോട്ടം കൂടുതലാവാനും അതുപോലെ തന്നെ ഏത് ഓർഗനിലേക്കാണെങ്കിലും ആ ഒരു ഫ്ലോ നല്ല സ്മൂത്തായിട്ട് വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് ഇതിന് ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾക്ക് ഇത്തരത്തിൽ ലിംഗ ഷ്രിങ്കായിട്ട് ഫീൽ ചെയ്യുക, ഉദാഹരണക്കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ഒന്ന് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ എക്സസൈസുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസുകളും അതുപോലെ തന്നെ കാർഡിയോ എക്സസൈസുകളും രണ്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം അത് രണ്ടും നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവലും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്തനിങ്ങും ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുക. മറ്റൊന്ന് എന്താ വെച്ചാൽ, ഈ ഉദാഹരണ പ്രശ്നത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ തിങ് ആണ് നമ്മുടെ സൈക്കോളജിക്കൽ കോസസ്. നമ്മുടെ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ളത്, അതുപോലെ പെർഫോമൻസ് ആങ്സൈറ്റി, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഈ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ മെഡിറ്റേഷൻ, യോഗ പോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ആദ്യം പറയുകയുണ്ടായി, ഈ ഫാറ്റൊക്കെ കൂടുതലുള്ളത്, ഫാറ്റ് അക്യുമുലേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസ് ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു BMI മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ തന്നെ നമ്മുടെ കൊടവയറുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് തന്നെ പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ ചെയ്യുക. എല്ലാ വ്യക്തികളും ഈ ഉദാഹരണ പ്രശ്നങ്ങളുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ പെൽവിക് ഫ്ലോർ എക്സസൈസ്, അതായത് കീഗൽ എക്സസൈസുകൾ നിർബന്ധമായിട്ട് ചെയ്യുക. ഏജ് അഡ്വാൻസ് ആവുന്ന ഒരു കണ്ടീഷനിൽ നിങ്ങൾക്കിത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നട്ട്സുകളിനകത്ത് വാൾനട്ട്, അതുപോലെ തന്നെ ബദാം തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. റെഗുലറായിട്ട് ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ഓഫ് വാൾനട്ട്, ഒരു 5 വാൾനട്ട്, അതുപോലെ തന്നെ 5 ബദാം എന്നിവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഈ സിങ്ക് പോലെയുള്ള മിനറൽസ് കിട്ടാനും ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രോപ്പർ സെക്ഷൽ ഹാബിറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർ മാസ്റ്റുർബേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു അനദർ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഹൈഡ്രേഷൻ, നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടി വെള്ളം കുടിക്കുക എന്നുള്ളത് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ഇത്തരത്തിലൊരു ലിംഗം ഷ്രിങ്കായിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ സൈസ് കുറഞ്ഞതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമുക്ക് ആ സമയത്ത് ഉദാഹരണം ഇല്ലാത്തൊരവസ്ഥ വരിക, അല്ലെങ്കിൽ പെയിൻ ബന്ധപ്പെടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഉദ്ധരിക്കുന്ന സമയങ്ങളിൽ പെയിൻ ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ആ സൈസിനകത്ത് കർവേച്ചറിൽ ഡിഫറൻസ് ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ സഡൻ ആയിട്ട് ഉദാഹരണ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുക, പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഈ ഉദാഹരണ പ്രശ്നങ്ങൾ റെക്കറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുക എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം ഇതൊരു മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. പലപ്പോഴും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നത് മൂലം ഒരുപാട് സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാറുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ഉണ്ട്. നമുക്ക് ഭക്ഷണത്തിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ലിംഗത്തിൻ്റെ സൈസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ഉദാഹരണം നിലനിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിൽ ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പൊമഗ്രാനേറ്റ് ജ്യൂസ്. നമ്മുടെ പൊമഗ്രാനേറ്റ് അനാർ എന്ന് പറയുന്നത് പൊമഗ്രാനേറ്റ് ജ്യൂസ് ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ആ ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബീട്രൂട്ടിനകത്ത് ധാരാളം നൈട്രിക് ഓക്സൈഡ് ഉണ്ട്. അതുമൂലം തന്നെ അത് നമ്മുടെ സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ലിംഗം ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അതുപോലെ പൊമഗ്രാനേറ്റ് ജ്യൂസ് ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് കഴിക്കാവുന്ന മറ്റൊന്നാണ് നമ്മുടെ വാം മിൽക്ക്, അതായത് ചൂടുള്ള പാലും അതുപോലെ തന്നെ ബദാമും കൂടെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതും നല്ല രീതിയിൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ബൂസ്റ്റ് ചെയ്യാനും സർക്കുലേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റൊന്ന് നമ്മുടെ വാട്ടർ മെലോണാണ്. വാട്ടർ മെലോണിനെ പൊതുവേ പറയാറുള്ളത് നാച്ചുറൽ വയാഗ്ര എന്നാണ്. വാട്ടർ മെലോൺ നന്നായിട്ട് കഴിക്കുന്നത് ഇത്തരത്തിൽ നൈട്രിക് ഓക്സൈഡ്സിൻ്റെയൊക്കെ കണ്ടൻറ്റ് കൂടാനും നമ്മുടെ ഉദാഹരണം ഒരു ലോങ് ടൈം തന്നെ നിലനിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഭക്ഷണത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം പറയേണ്ടത് വെജിറ്റബിൾസ് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, ഫ്രൂട്ട്സുകൾ കഴിക്കുക, ബനാന ആപ്പിളൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങളും ലിംഗം ഷ്രിങ്ക് ആവുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മാനേജ്മെൻറ്റുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിലൊരു ഇംപ്രൂവ്മെൻറ്റ് കാണുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ്. അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കാറുള്ളത്. മറ്റു മെഡിസിൻസ് കഴിക്കുന്ന ആളുകൾക്കും ഇത് കഴിക്കാവുന്നതാണ്. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത മെഡിസിൻസ് ആയതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.